ഇറാൻ ലക്ഷ്യമാക്കി അമേരിക്കയുടെ കപ്പൽപ്പട കൂടി നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ഭരണകൂടം ഉടനടി അമേരിക്കയുമായി ധാരണയിലെത്തുന്നതാണ് നല്ലതെന്നും ട്രംപ് ഭീഷണി മുഴക്കി. ഇറാഖിന്റെ പ്രധാനമന്ത്രിയായി നൂറി അൽ മാലിക്കിയെ നിയമിച്ചാൽ ഇറാഖിനുള്ള എല്ലാ സഹായവും നിർത്തുമെന്നും ട്രംപ് പറഞ്ഞു. വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കന്റെ നേതൃത്വത്തിൽ ഇറാൻ ലക്ഷ്യമാക്കി അമേരിക്കൻ കപ്പൽപ്പട നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ട്രംപിന്റെ സമൂഹമാധ്യമ കുറിപ്പ്. വെനസ്വേലയിൽ വിന്യസിച്ചതിനേക്കാൾ വലിയ സൈനിക സന്നാഹമാണിതെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഇറാൻ ഭരണകൂടം ഉടനടി അമേരിക്കയുമായി ധാരണയിലെത്തുന്നതാണ് നല്ലതെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ധാരണയിലെത്താത്ത പക്ഷം ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമറിനേക്കാൾ വലിയ ആക്രമണം ഇറാൻ നേരിടേണ്ടി വരുമെന്നും ട്രംപ് പറഞ്ഞു. ഭീഷണികൾക്കിടയിൽ നയതന്ത്ര ചർച്ചകൾ സാധ്യമല്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി പ്രതികരിച്ചു. പരസ്പര ബഹുമാനം പുലർത്തിയാൽ മാത്രമേ ചർച്ചകൾ സാധ്യമാകുകയുള്ളൂ എന്നും അരഗ്ചി പറഞ്ഞു. ഇറാനെ ആക്രമിച്ചാൽ ചെങ്കടലിലൂടെ നീങ്ങുന്ന കപ്പലുകൾ ആക്രമിക്കുമെന്ന് ഹിസ്ബുള്ളയും ഹൂതികളും മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. അതിനിടെ ഇറാഖിന്റെ പ്രധാനമന്ത്രിയായി മുൻ പ്രധാനമന്ത്രിയായ നൂറി അൽ മാലിക്കിയെ നിയമിച്ചാൽ ഇറാഖിനുള്ള എല്ലാ സഹായവും നിർത്തുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മാലിക്കി കഴിഞ്ഞ തവണ അധികാരത്തിലിരുന്നപ്പോൾ രാജ്യം അരാജകത്വത്തിലേക്കും ദാരിദ്ര്യത്തിലേക്കും കൂപ്പുകുത്തിയെന്നും ട്രംപ് പറഞ്ഞു. ഇറാനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവാണ് അൽ മാലിക്കി. ഇറാഖിന്റെ പരമാധികാരത്തിനും ജനാധിപത്യത്തിനുമെതിരായ നീക്കമാണ് ട്രംപിന്റേതെന്നും തന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കില്ലെന്നും അൽ മാലിക്കി പ്രതികരിച്ചു.